പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പപ്പായ വെച്ച് നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ അച്ചാറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിനാഗിരിയോ മുളക് പൊടിയോ കായോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ്. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക, സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പപ്പായ അച്ചാർ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. പപ്പായ അച്ചാർ ആയതുകൊണ്ട് നമ്മൾ പപ്പായ വേണം. ഇതൊരു ചെറിയ പപ്പായയുടെ പകുതിയാണ് നമ്മൾ ബീട്രൂട്ട് അരച്ച് അതിൻ്റെ ജ്യൂസ് എടുത്തതാണ്. അത് നമ്മളൊരു പകുതി കഷ്ണം ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. ഇത് കളറിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് സാധാ അച്ചാറിലൊക്കെ ഇടാനുള്ള പോലെ പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഇഞ്ചി ചെറിയ പീസ് അരിഞ്ഞത് എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി അതുപോലെ ചെറിയ പീസായിട്ട് അരിഞ്ഞിട്ടുണ്ട്, അതുപോലെ കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കടുക് എടുത്തിട്ടുണ്ട്, പുളിക്ക് ആവശ്യമായിട്ടുള്ള നാരങ്ങ നീര് എടുത്തിട്ടുണ്ട്, അച്ചാറിന് ആവശ്യമായിട്ടുള്ള ഉലുവപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ചട്ടിയിലത്തെ വെള്ളം വറ്റി നമ്മൾ നല്ലെണ്ണയാണ് ഒഴിക്കണത് കേട്ടോ. അപ്പോൾ എണ്ണ ചൂടായി നമ്മൾ കടുക് ഇടുകയാണ്. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം കടുക് പൊട്ടിയിരിക്കുന്നു. ഇനി നമ്മൾ കറിവേപ്പിലയാണ് അതിലേക്ക് ഇടാനായിട്ട് പോകുന്നത്. കറിവേപ്പില ഇട്ടു, വെളുത്തുള്ളി ഇട്ടു, പച്ചമുളക് ഇട്ടു, പിന്നെ ഇഞ്ചി ഇട്ടു. ഇതൊന്ന് നന്നായിട്ട് തന്നെ മൂക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് മൂക്കട്ടെ. പച്ചമുളക് അതുപോലെ കറിവേപ്പില ആവശ്യത്തിന് പാകമായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമ്മൾ പപ്പായ ഇടാനാണ് പോകുന്നത്. പപ്പായയിൽ നമ്മൾ ഉപ്പിട്ടിട്ടാണ് വേവിച്ചത്. അപ്പോൾ നമുക്ക് പപ്പായ ഇടാം. ഇനി നമ്മൾ പപ്പായയുടെ പപ്പായ അച്ചാറിന് ഒരു കളർ കിട്ടാനായിട്ട് നമ്മൾ ബീട്രൂട്ട് ജ്യൂസാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു. ജ്യൂസ് അല്ല, ശരിക്ക് അരച്ചിട്ടാണ് കൊണ്ടുവന്നത്. ജ്യൂസ് അല്ല ഇട്ടണം, അരച്ചിട്ട് പിഴിഞ്ഞിട്ടില്ല, അത് മാത്രം. ഇനി കുറച്ച് വെള്ളം ഒഴിക്കുകയാണ്. ആ ജ്യൂസ് എടുത്ത പാത്രത്തിൽ, അതായത് ബീട്രൂട്ട് അരച്ചു കൊണ്ട പാത്രത്തിൽ എൻ്റെ പകുതി അളവായിട്ട് കുറച്ച് വെള്ളം അതിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇടുന്നത്. കണ്ടില്ലേ, ഇത്ര അളവിന് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഉലുവപ്പൊടിയാണ് ഇടുന്നത്. പിന്നെ നമ്മൾ കുറച്ച് നാരങ്ങയുടെ നീര് ഒഴിക്കുകയാണ്. പിന്നെ ലേശം ഒരു തുണ്ട് ലേശം ഉപ്പും കൂടി ഇടുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് തിളക്കട്ടെ. വിനാഗിരി അതൊന്നും ചേർത്തിട്ടില്ല. പച്ചമുളകും ഇഞ്ചിയും പുള്ളിയും ചേർത്തിട്ടുണ്ട്. അത് വേറെ ഒന്നും ചേർത്തിട്ടില്ല ഇതിൽ. ഇത് പിന്നെ കുറച്ച് ദിവസം ഇരിക്കില്ല, ഇന്ന് തന്നെ കഴിക്കാനും പറ്റുള്ളൂ. പപ്പായ ചെറുതായിട്ട് വേവിച്ചിട്ടുള്ള, നന്നായി വേവിച്ചിട്ടില്ല. നമുക്കൊരു വെജിറ്റേറിയൻ ഹോട്ടലിൽ പോയിട്ട് കഴിച്ച് ഇതുപോലത്തെ. അതിൽ കായം മുളകും പൊടി കിട്ടും. കായം മുളകും പൊടി ഒരാൾ ഉണ്ടാക്കിയതാണ്. നമ്മൾ ടേസ്റ്റ് ചെയ്യാം അല്ലേ. ഉണ്ടാക്കിയ പപ്പായ അച്ചാർ, അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്ന കൊപ്പക്കായ അച്ചാർ. അതിൻ്റെ കളർ എന്താണെന്ന് എനിക്കറിയില്ല. കളർ നമ്മൾ ബീട്രൂട്ടാണ്. നല്ല സ്മെല്ല് അടിക്കാനുള്ള നല്ല ടേസ്റ്റ് വരുന്നുണ്ട്. അടിപൊളിയായിട്ടാണ്. പപ്പായ എന്നറിയില്ല, എന്തായാലും ഇരിക്കില്ലല്ലോ. ഇത് അന്നുണ്ടാക്കി അപ്പം തന്നെ കഴിക്കാവുന്ന രീതിയിൽ അച്ചാറാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അത് തന്നെ കുട്ടിക്ക് വേണ്ടി കഴിക്കാം, നമ്മൾ ചോറ് കഴിക്കാം, അത്രയും ടേസ്റ്റാണ്. അപ്പം എല്ലാവരും പരീക്ഷിക്കണം. കാരണം വളരെ ഹെൽത്തിയാണ്, സൈഡ് എഫക്റ്റ് ഇല്ല, ഒന്നുമില്ലാത്തൊരു അച്ചാറാണ്. നമ്മുടെ അച്ചാറുകളൊക്കെ അങ്ങനെയാണ്. അപ്പം എല്ലാവരും ഉണ്ടാക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ ഇടണം. എല്ലാവരും ചെയ്യുമെന്ന് വിചാരിക്കും. ഞാൻ എന്നും പറയാറുണ്ട്, പലരും സബ് ചെയ്യാൻ ആരെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾ ചെയ്യണം. അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോയുമായി ഞങ്ങൾ അടുത്ത ദിവസം വരും. അതുവരെ എല്ലാവർക്കും ബൈ.